നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയാമോ? ഐ എ ചൈൽഡ് ഓഫ് ഗോഡ്, അല്ലേ? അപ്പം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ഇങ്ങനൊരു അവസരം കർത്താവ് നൽകുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നിന്നാണ്. പ്രാരംഭത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തെ ആരാധിക്കുന്നത്, സേവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഭയം എന്തുകൊണ്ടാണ് ഉളവാകുന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമുക്ക് ഈ വാക്യമൊന്ന് വായിക്കാം. നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. യഹോവ ഭക്തി അവരുടെ നിക്ഷേപം ആയിരിക്കും. ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലമൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അവസാന ഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ പറയുന്നു, യഹോവ ഭക്തി അവരുടെ നിക്ഷേപം ആയിരിക്കും. ദ ഫിയർ ഓഫ് ദ ലോർഡ് വിൽ ബി ദ ട്രഷർ. നമുക്കറിയാം, നാം എല്ലാവരും പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തെ ഭയപ്പെടുന്നവരാണ്. എന്തുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ചിലരോടെങ്കിലും ചോദിച്ചാൽ അവർ പറയും, ദൈവത്തിൻ്റെ പണിഷ്മെന്റ്, അല്ലെങ്കിൽ ദൈവം എന്നാണ് നീതിമാനായ ദൈവമാണ്. അത് ശരിയാണ്. മാത്രമല്ല, ചിലരെങ്കിലും പറയാറുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? എന്നെ ഇന്നതുപോലെ പണിഷ് ചെയ്യും. ഇതൊക്കെ സാധാരണയായിട്ട് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നൊരു ചിന്ത, നമ്മൾ ദൈവത്തെ സേവിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിന് ആഴത്തിലെ ഭയത്തിൽ നിന്നാണോ, അതോ അവനോടുള്ള സ്നേഹം കൊണ്ടാണോ? സാധാരണ നമ്മുടെ ആത്മീക ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്ന ചിന്ത, മറ്റുള്ളവർ ആരാധിക്കുവാൻ വേണ്ടി നമ്മൾ പറയുന്ന പല വാക്കുകൾ, അതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്തെന്നറിയാമോ? പലപ്പോഴും പലവിധമായ പോരുകളെക്കുറിച്ചും പലവിധമായ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് ഭയപ്പെടുത്തി ജനത്തെ ആരാധിപ്പിക്കുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തെ ആരാധിക്കുന്നത് ഭയപ്പെട്ടിട്ടാകരുത്, അവനോടുള്ള സ്നേഹം കൊണ്ടാകണം. എന്താണ് ഏറ്റവും വലിയ ജ്ഞാനം? അത് മറ്റൊന്നുമല്ല, യഹോവയെക്കുറിച്ചുള്ള ഭക്തിയാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുമ്പോൾ, സകല ജ്ഞാനത്തിൻ്റെയും ആരംഭം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഭക്തി തന്നെയാണ്. ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്, അല്ലേ? അപ്പം ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ഒരു വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രഷർ എങ്കിൽ, നാം തിരിച്ചറിയേണ്ടത് ഈ ട്രഷറാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും, ഈ ലോകത്തിൽ മാത്രമല്ല നിത്യതയിലും നമ്മെ നടത്തുന്നത് എന്നുള്ള തിരിച്ചറിവായിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ മുസ്ലിം ആയിരുന്ന സമയത്ത് ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്ന എനിക്കുള്ള കോൺസെപ്റ്റ് ഇതാണ്: ഒരു മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പാണ്, അല്ലേ? അപ്പം അവിടെ മാസ്റ്റർ ഞാൻ ഭയപ്പെട്ടേ പറ്റൂ. എനിക്ക് ഉറപ്പില്ല എന്താണ് എൻ്റെ നിത്യത ഇവിടെ ഞാൻ ചെലവഴിക്കുന്നത്, എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഇപ്പോഴെനിക്കൊരു ഉറപ്പുണ്ട്. എന്തെന്നറിയാമോ? എൻ്റെ നിത്യത ഞാൻ ചിലവഴിക്കുന്നത് എൻ്റെ ദൈവത്തോടുകൂടെ, കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുന്ന കാരണം ആ ഉറപ്പ്, പിതാവെന്ന് വിളിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് ഒരവസരം ഒരുക്കി തന്നതുകൊണ്ടാണ്, അല്ലെ? ദൈവത്തെ ഞാൻ വിളിക്കുന്നത് ഇനി മാസ്റ്റർ എന്നല്ല, മറിച്ച് എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്. അതിൻ്റെ കാരണം 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ, ആ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെ ആകുന്നു. ആ ഒരു ഉറപ്പാണ് പിതാവ് പുത്രനായ ക്രിസ്തുവിലൂടെ എനിക്ക് നൽകി തന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിനകത്ത്
ഉറപ്പായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയാമോ? ആ ഒരു തിരിച്ചറിവാണ്, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, അല്ലേ? അപ്പം യഹോവ ഭക്തി എൻ്റെ നിക്ഷേപമായിരിക്കുന്നു എന്ന് നാം പറയുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് രൂഢമൂലമായിരിക്കേണ്ട ഒരു ചിന്ത മറ്റൊന്നുമല്ല, ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതും സേവിക്കുന്നതും ഭയപ്പാടോടുകൂടിയല്ല, പിതാവും മകനും തമ്മിലുള്ള ബന്ധം എന്നുള്ള രീതിയിലാണ്. ഇതിലും വലിയൊരു ട്രഷർ നമ്മുടെ ജീവിതത്തിൽ വേറെ എന്ത് കിട്ടാനുണ്ട്? ഹല്ലേലൂയ. ആ ഒരു ട്രഷർ, തൻ്റെ പുത്രനെ തന്ന് സ്നേഹിച്ച ആ പിതാവിൻ്റെ ആ കരുതലും വാത്സല്യവും അനുഭവിക്കുവാനുള്ള ആ ഒരു ഭാഗ്യം, അതാണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ ട്രഷർ. ആ ഒരു ട്രഷർ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ, മനസ്സിലാക്കി കഴിയുന്ന സമയത്ത് പിന്നീട് ഭയത്തിന് സ്ഥാനമില്ല, പിന്നീട് പാപങ്ങൾക്ക് സ്ഥാനമില്ല. കാരണം ഞാൻ ജീവിക്കുന്നതും എല്ലാം എന്തായിരിക്കും എന്നറിയാമോ? എൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത് രീതിയിലായിരിക്കും. അതുകൊണ്ട് പാപം ചെയ്യുവാനോ തെറ്റായ വഴിയിലേക്ക് പോകുവാനോ എനിക്ക് കഴിയുകയില്ല. അപ്പോൾ എൻ്റെ ജീവിതം തന്നെ എങ്ങനെയായിരിക്കും? യഹോവയോടുള്ള ഭക്തിയിൽ തന്നെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ട്രഷർ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് എനിക്കുണ്ടാകുന്ന ആ തിരിച്ചറിവ് തന്നെയാണ്, അവനോടുള്ള ഭക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭയലേശമന്യേ പാപത്തെ വിട്ടോടിക്കൊണ്ട് കളങ്കമില്ലാത്ത ഹൃദയത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കാനും സേവിക്കാനും ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.